നമസ്കാരം, ഞാൻ ഡോക്ടർ മെജോ മാത്യു. പ്രായമായവർക്ക് ഏറെ തലവേദന ഉണ്ടാക്കുന്നതാണ് പല്ലിൻ്റെ പ്രശ്നങ്ങൾ. എന്നാൽ പേടിയും മാനസിക സമ്മർദ്ദവും മൂലം പലരും ദന്ത ചികിത്സകൾക്ക് മടിക്കാറുണ്ട്. അതേസമയം പുതിയ സാങ്കേതിക വിദ്യകൾ പല്ലിൻ്റെ പല ചികിത്സകളും ലളിതമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അവയെക്കുറിച്ച് പറയാം. പല്ലിൻ്റെ അളവെടുക്കുന്ന പദാർത്ഥം ചിലർക്ക് ഓക്കാനവും ഛർദിയും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഡിജിറ്റൽ ഇംപ്രഷൻ വഴി എളുപ്പത്തിൽ അളവെടുത്ത് ലാബിലേക്ക് നൽകാം. ഇതുവഴി സമയവും ലാഭിക്കാം. കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ് വഴി ഇന്ന് 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ അസ്ഥിയിൽ ഘടിപ്പിക്കാവുന്ന ഇംപ്ലാന്റുകൾ ഉപയോഗിച്ച് വായിലെ മുഴുവൻ പല്ലുകളും പുനഃസ്ഥാപിക്കാൻ കഴിയും. ഇതിന് പ്രായവും തടസ്സമല്ല. വായിലെ മുറിവുകൾക്കും ശ്ലേഷമസ്തരത്തെ ബാധിക്കുന്ന അലർജി പോലുള്ള അവസ്ഥകൾക്കും താടിയലിലെ വേദനയ്ക്കും ഇപ്പോൾ വേഗത്തിൽ ശമനമുണ്ടാക്കാൻ സാധിക്കും. ഫോട്ടോ ബയോ മോഡുലേഷൻ അഥവാ ലോ ലെവൽ ലേസർ തെറാപ്പി എന്ന ചികിത്സ അവലംബിച്ചാണ് ഈ പുരോഗതി കൈവരിച്ചിരിക്കുന്നത്. നൈട്രസ് ഓക്സൈഡ് ഉപയോഗിച്ചുള്ള കോൺഷ്യസ് സെഡേഷൻ എന്ന പ്രക്രിയ വഴി രോഗിയെ മാനസിക സമ്മർദ്ദം കൂടാതെയും സുരക്ഷിതമായും ദന്തചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും സജ്ജമാക്കാൻ കഴിയും. പല വയോജനങ്ങളിലും പല്ല് വയ്ക്കുന്നതിന് മുന്നോടിയായി അസ്ഥിയിലെ മുനകളും മറ്റും രാഗി മിനുസപ്പെടുത്തേണ്ടതായി വരും. ഇതിനായി മുൻപ് ഉപയോഗിച്ചിരുന്ന രീതി കൂടുതൽ സമയമെടുക്കുന്നതായിരുന്നു. എന്നാൽ ഇന്ന് പീസോ സർജറി വഴി വളരെ അനായാസം ഇതും ചെയ്യാൻ കഴിയും. താങ്ക് യു.